മലയാളികൾ എക്കാലവും ഓർത്തുവയ്ക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടനാണ് കൊച്ചിൻ ഹനീഫ. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ട് 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആരാധക മനസ്സുകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൊച്ചിൻ ഹനീഫയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അധികമാരും അന്വേഷിച്ചിരുന്നില്ല. എന്നാൽ നടൻ ദിലീപും സംഘവുമായിരുന്നു സർവ്വസഹായങ്ങളുമായി 2 പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന് സഹായമായി ഒപ്പം നിന്നത്. അന്ന് കൈക്കുഞ്ഞുങ്ങളായിരുന്ന സഫയും മർവയും ഇന്ന് വലിയ കുട്ടികളായി കഴിഞ്ഞു. ഇപ്പോഴിതാ ഇരുവരും തങ്ങളുടെ കരിയർ സ്വന്തമാക്കുന്നതിന്റെ ഭാഗമായി ഉന്നത പഠനത്തിന് ചേർന്നിരിക്കുകയാണ്. നടന്റെ സ്വപ്നം പോലെ തന്നെ ഇരുവരും പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. സാധാരണ മുസ്ലിം സമൂഹത്തിൽ പെൺകുട്ടികൾ അധികം പ്രായമാകും മുന്നേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പതിവാണ്. പഠിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന പെൺകുട്ടികളും അക്കൂട്ടത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ നടൻ ആഗ്രഹിച്ചിരുന്നതും ഇരട്ട പെൺകുട്ടികളായ മക്കളെ കഴിയുന്നിടത്തോളം പഠിപ്പിക്കണം എന്ന് മാത്രമായിരുന്നു. ആ സ്വപ്നം ഭാര്യ ഫാസിലയോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഭർത്താവിന്റെ വിയോഗത്തിൽ തളർന്നുപോയ ഫാസില ഇപ്പോൾ 2 മക്കളെയും മിടുമിടുക്കികളായിട്ടാണ് പഠിപ്പിച്ചത്. +2 ഉന്നത മാർക്ക് നേടിയ ഇരുവരും പഠിച്ചു നേടാൻ വളരെ ബുദ്ധിമുട്ടേറിയ കോഴ്സിനാണ് ചേർന്നത്. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായും ഒരാൾ കമ്പനി സെക്രട്ടറി അഥവാ കോർപ്പറേറ്റ് സെക്രട്ടറി കോഴ്സിനുമാണ് ചേർന്നത്. ഇപ്പോഴിതാ ഇരുവരും പഠനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒപ്പം ഇരുവർക്കും ധൈര്യവും തണലുമായി ഉമ്മ ഫാസിലയും ഒപ്പമുണ്ട്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബെസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡറായ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിലാണ് ഇരുവരും പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം മക്കളുടെ പഠന സ്ഥലം സന്ദർശിക്കുവാനെത്തിയ ഫാസിലയെക്കുറിച്ച് അവിടുത്തെ അധ്യാപകൻ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത്. അനീഷ് സർ, ഇങ്ങനെ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഇമോഷണലി ബന്ധിപ്പിച്ച് ക്ലാസ് എടുത്തത് വളരെ നന്നായി. അത് 2 കൂട്ടർക്കും പരസ്പരം കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ സഹായകരമാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതീക്ഷയാകുവാൻ, പ്രചോദനമാകുവാൻ സാറിന്റെ വാക്കുകൾക്കും അനുഭവങ്ങൾക്കും സാധിക്കുന്നു എന്നാണ് ഫാസില ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം അധ്യാപകനുമായി പങ്കുവച്ചത്. എന്തായാലും കൊച്ചിൻ ഹനീഫയുടെ 2 പെൺമക്കളും ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് കടന്നുവെന്ന വാർത്ത സന്തോഷത്തോടെയാണ് ആരാധകരും എതിരേറ്റിരിക്കുന്നത്. 2010 ഫെബ്രുവരി 2-നാണ് കൊച്ചിൻ ഹനീഫ മരണത്തിനു കീഴടങ്ങിയത്. കരൾ രോഗം ബാധിച്ച അദ്ദേഹം ചെന്നൈയിൽ വെച്ചാണ് വിടവാങ്ങിയത്. അതിനുശേഷം സോഷ്യൽ മീഡിയകളിൽ പോലും പ്രത്യക്ഷപ്പെടാതിരുന്ന നടന്റെ ഭാര്യയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അപൂർവമായി മാത്രമേ പുറത്തുവരാറുണ്ടായിരുന്നുള്ളൂ. അഴിമുഖം എന്ന ചിത്രത്തിലൂടെയാണ് കൊച്ചിൻ ഹനീഫ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വച്ചത്. വില്ലൻ, സ്വഭാവ നടൻ, ഹാസ്യതാരം തുടങ്ങിയ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ചു. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക് ഉൾപ്പെടെ 300ഓളം ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. തിരക്കഥ, സംവിധാനം തുടങ്ങിയ മേഖലകളിലും കൊച്ചിൻ ഹനീഫ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വാത്സല്യം, ആൺകിളിയുടെ താരാട്ട് തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങി. മദ്രാസ് പട്ടണം, യന്ത്രൻ തുടങ്ങിയ ചിത്രങ്ങളിലാണ് അവസാനമായി അഭിനയിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.